ആഹാസ്വാദ് മായാസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടമുള്ള കോക്കനട്ട് ചേർന്നുള്ള ബൗണ്ടി ചോക്ലേറ്റാണ് ഇന്ന് തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഈ ചോക്ലേറ്റ് തയ്യാറാക്കുന്നത് ഇതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള എൻ്റെ ഒരു പുത്രി തന്നെയാണ്. അപ്പോൾ നമുക്ക് വേഗം തയ്യാറാക്കുന്നത് കാണാം. ആദ്യം ഒരു പാൻ സ്റ്റവിൽ വെക്കാം. 1 കപ്പ് മിൽക്ക് വെള്ളം ചേർക്കാത്തത് ചൂടാക്കാം. കൗ മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇത്തിരി ചൂടായി വരുമ്പോൾ 1/2 കപ്പ് ഷുഗർ ചേർക്കാം. രണ്ടും നന്നായി മിക്സ് ചെയ്യാം. പാല് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്. ഷുഗർ നന്നായി മെൽറ്റായിട്ട് പാലിൽ ചേർന്നിട്ടുണ്ട്. കുറച്ചൊന്ന് കുറുകി വന്നിട്ടുമുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ട് 1.5 കപ്പ് ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മുടെ ഷോപ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഇത് കിട്ടിയില്ലെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. ഇങ്ങനെ മിക്സായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. വീണ്ടും കുറച്ച് സമയം കൂടി മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് കൂളാകാൻ മാറ്റിവെക്കാം. നമ്മൾ മാറ്റി വെച്ചിരുന്ന മിക്സ് ഇപ്പോൾ കൂളായിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ എടുത്ത് കൈകൊണ്ട് ഇങ്ങനെ ബൗണ്ടിയുടെ പോലെ ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാം ബൗണ്ടി ഷേപ്പിലാക്കിയ ശേഷം ഇതേപോലെ ബട്ടർ പേപ്പർ ഇട്ട ഒരു പ്ലേറ്റിൽ നിരത്തി വെക്കാം. പന്ത്രണ്ട് ബൗണ്ടി ചോക്ലേറ്റ്സ് ഈ മിക്സ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് 1 മണിക്കൂർ ഇത് ഫ്രീസ് ചെയ്യാൻ വെക്കാം. അടുത്ത പ്രൊസീജിയർ മിൽക്ക് ചോക്ലേറ്റ് ബാർ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാം. തിളച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ചോക്ലേറ്റ് കോമ്പൗണ്ട് ചെറുതാക്കി എടുത്തിട്ട് ഒരു കട്ടിയുള്ള ബോളിൽ എടുത്ത ശേഷം തിളച്ച വെള്ളം ഇരിക്കുന്ന പാത്രത്തിൽ ഇങ്ങനെ വെക്കാം. സ്റ്റീം കൊണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ആവും. നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. മുഴുവൻ ചോക്ലേറ്റും മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഈ ബോൾ പുറത്ത് മാറ്റി വെക്കാം. ചെറുതായി ഒന്ന് തണുക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചിരിക്കുന്ന ബൗണ്ടി ഷേപ്പിലാക്കിയവ ഈ ലിക്വിഡ് ആക്കിയ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഓരോന്നും ഇങ്ങനെ ഡിപ്പ് ചെയ്ത ശേഷം എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഒരു ഫോർക്ക് കൊണ്ട് മാറ്റിയ ശേഷം ഒരു പ്ലേറ്റിൽ നിരത്തി വെക്കാം. ഇത് വീണ്ടും 10 മിനിറ്റ് സെറ്റ് ചെയ്യാനായി ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ നമ്മുടെ ബൗണ്ടി ചോക്ലേറ്റ് റെഡിയായി കഴിഞ്ഞു. കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്നില്ലേ? ബൗണ്ടിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് തനിയെ തയ്യാറാക്കിയെടുത്ത് കഴിക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകുമല്ലോ. എല്ലാവരും വേഗം ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായും ഇഷ്ടമാകും. കുറേ അധികം ബൗണ്ടി റെഡിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മൾ തനിയെ തയ്യാറാക്കി കഴിക്കുന്നതിന് ടേസ്റ്റ് കൂടുക തന്നെ ചെയ്യുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ. ആഹാസ്വാദ് മായാസ് കുക്ക് ബുക്ക് യൂട്യൂബ് ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി തീർച്ചയായും വരാം. താങ്ക് യു.